അലർജി ഉള്ള ആളുകൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അറിയോ? അലർജി ഉള്ള ആളുകൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരീരത്തിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണ് അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടുന്നത്. അതോടൊപ്പം തന്നെ കുടലിലൊക്കെ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ വന്നിട്ട് ദഹന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ദഹനക്കുറവുണ്ടാവാം. അതുപോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് മാത്രമല്ല, കൂടുതലായിട്ട് ബ്ലഡ് ഫ്ലോ നമ്മുടെ ദഹനത്തിന് വേണ്ടി നമ്മുടെ വയറിലേക്ക് വരുന്നത് വഴി തന്നെ നമ്മുടെ ബ്രെയിനിലൊക്കെ കൂടുതലായിട്ട് ബ്ലഡിന്റെ അളവ് കുറയുകയും സ്വാഭാവികമായിട്ട് ഒരു തളർച്ച അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, മൂക്കിനകത്തുള്ള രക്തക്കുഴലൊക്കെ കൂടുതലായിട്ട് സ്വെല്ല് ചെയ്യുന്നുണ്ട്. അതുവഴി തന്നെ അവിടെ കൂടുതലായിട്ട് മൂക്കടപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാഗൽ നെർവ്സ് ഒക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ നെർവ്സ് ഒക്കെ ആക്റ്റീവ് ആകുന്നത് വഴി തന്നെ തുമ്മലും മൂക്കുലിപ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ കഫത്തിന്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് പോയിട്ട് നമ്മുടെ ഡയഫ്രത്തിന്റെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നത് വഴി തന്നെ ചെസ്റ്റിൽ ഒരു ഭാരം പോലെ അല്ലെങ്കിൽ ഒരു പിടുത്തം പോലെ അധികം ആളുകൾക്കും ഫീൽ ചെയ്യാറുണ്ട്. അലർജിയുടെ ഭാഗമായിട്ട് ശ്വാസമുട്ടൽ ആസ്മയുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ക്വാണ്ടിറ്റി ഫുഡ് അറ്റ് എ ടൈം കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ചെറിയ ചെറിയ ഇന്റർവെൽസിൽ മാത്രം ഭക്ഷണം കഴിക്കുക. കഴിയുന്നതും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക. ഒരു 7 മണിയാകുമ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ ഭക്ഷണം ഫിനിഷ് ആക്കുന്ന രീതിയിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണം ഫുൾ ആയിട്ട് ഹെൽത്തി ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കൂടുതൽ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡുകളായിട്ടുള്ള ഉള്ളി, ജിഞ്ചറൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര്, മോരൊക്കെ കഴിക്കുക. അതോടൊപ്പം തന്നെ ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ ഡൈജഷൻ മാത്രമല്ല ഉടലിലുള്ള നല്ല ബാക്ടീരിയ കൂടുതലായിട്ട് മെച്ചപ്പെടുന്നു. അതോടൊപ്പം തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ കുറയുന്നു. അലർജിയോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യൂ.